അതെ, എൻ്റെ പൊന്നൂട്ടനെ മീനില്ലാണ്ട് ചോറിറങ്ങില്ല കേട്ടാ. അപ്പം മിക്ക ദിവസം ഇവിടെ മീൻ മേടിക്കും. ചിലപ്പോൾ മീൻ മേടിക്കാത്ത ദിവസമാണെങ്കിൽ അവൻ ചോദിക്കും ഉണക്കമീനെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഉണക്കമീൻ ഉണ്ടെങ്കിൽ അവൻ ചോറ് കഴിക്കും. അപ്പോൾ വിചാരിച്ച് കുറച്ച് മാന്തൽ കിട്ടിയപ്പോൾ ഉണക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ വില കുറവിലൊക്കെ മാന്തൽ കിട്ടണം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിശ്വസ്തയോടെ കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം. വിശ്വസ്തയോടെ കൊടുക്കാമെന്ന് ചോദിച്ചാൽ എന്താ വെച്ചാലേ ചില വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഉണക്കമീൻ വൃത്തികെട്ട സ്ഥലത്തൊക്കെ ഇട്ടിട്ട് ഉണക്കി ഇതൊക്കെ. പക്ഷെ എല്ലാവരും അങ്ങനെയൊന്നും ഞാൻ പറയില്ല കേട്ടോ. അങ്ങനെ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞതിന് എൻ്റെ കമൻറ്റ് ബോക്സ് മൊത്തം പൊങ്കാലായിരുന്നു. എല്ലാവരും അങ്ങനെയൊന്നും പറയണില്ല, പക്ഷെ ചിലവരെങ്കിലും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു നല്ലപോലെ കഴുകിയിട്ട് അതിങ്ങനെ ലെയറായിട്ട് ഉപ്പും മാന്തലും ഇട്ടിട്ട് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ അവനാണെങ്കിലും നമുക്കാണെങ്കിലും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതാകുമ്പോൾ ഈ പരിപ്പ് കുത്തി കാച്ചിയതിൻ്റെ കൂടെ സാമ്പാറിൻ്റെ കൂടെയൊക്കെ ഈ ഒരു ഉണക്കമാന്തൽ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഞാനതൊരു ദിവസം ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അതെടുത്തിട്ട് ഒരു മുറത്തിൽ ഇതുപോലെ നിരത്തിയിട്ട് കൊടുത്തിട്ട് ഉണക്കിയെടുക്കും. ഇപ്പോഴത്തെ വെയിലിനുണ്ടല്ലോ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ല പോലെ ഉണങ്ങി കിട്ടും കേട്ടോ. ഇതുപോലെ മുള്ളനായാലും അയിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കും. അയിലൊക്കെ ചെയ്യണ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ല പോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഉണങ്ങി കിട്ടിയതിന് ശേഷം ഞാനിതുപോലെ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് വറുത്തിട്ട് കഴിക്കാമല്ലോ. മീൻ കിട്ടാത്ത ദിവസമൊക്കെ ഇതൊക്കെ കറി വയ്ക്കുകയോ വറുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ.